പ്ലസ് ടു വിദ്യാർത്ഥിയായ അമൻ അലി. ഇരു കൈകളുമില്ലാത്ത അമൻ നാളെ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പുറപ്പെടും. കോഴിക്കോട് അരക്കിണർ സ്വദേശിയായ അമൻ സ്വാതന്ത്ര്യദിനത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പതാക ഉയർത്തും. പരിമിതികളുടെ മഞ്ഞുമലകളെ ഭേദിച്ച് സ്വപ്നയാത്രയ്ക്ക് പുറപ്പെടുകയാണ് അമൻ അലി. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്താൻ. സമുദ്രനിരപ്പിൽ നിന്ന് 5364 മീറ്റർ ഉയരത്തിലേക്ക്. വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് പണി ഫോണിൽ കളിക്കൽ, ചിത്രം വരയ്ക്കൽ, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു പണി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മഴവിൽ ഫുട്ബോൾ ക്യാമ്പ് ഡിസേബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം അങ്ങനെ ആ ക്യാമ്പ് പോയപ്പോൾ എനിക്കിങ്ങനെ ആ ക്യാമ്പിൽ ട്രെയിനറിനോട് വന്ന് വെച്ച് അതിൻ്റെ ആഗ്രഹങ്ങൾ എന്താ വെച്ച്. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞു എനിക്കിങ്ങനെ ഓരോ കുന്നും മലയൊക്കെ കയറാം, പിന്നെ കുറേ യാത്ര ചെയ്യണമെന്നാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ സാറ് വെച്ചിങ്ങനെ നമുക്കിങ്ങനെ കുറുമ്പാലക്കോട്ട് അറിയില്ലേ, അവിടെ ഇങ്ങനെ ട്രക്ക് ചെയ്താലോ, അങ്ങനെ അത് പോയി. പിന്നെ രണ്ടാമത്തെ ട്രക്ക് പറഞ്ഞാലും ബാണാസുര ഹില്ല്, കാറ്റുകുന്ന്, സായിപ്പകുന്ന്. കാറ്റുകുന്ന് എന്ന് പറയുമ്പോൾ 2800, സായിപ്പകുന്ന് എന്ന് പറയുമ്പോൾ 4200 അടിയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കയറി മനസ്സിലാക്കിയപ്പോഴാണ് ഈ ട്രക്കിങ്ങിൻ്റെ ലഹരി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇരു കൈകളും ജന്മനാ തന്നെയില്ല. സെറിബ്രൽ പാൾസിയുമായി ബന്ധപ്പെട്ട ലോക്കോമോട്ടോർ അസുഖബാധിതൻ. എനിക്കിങ്ങനെ 90 വൈകല്യമുണ്ട്. എൻ്റെ മേത്ത് 90 വൈകല്യം, അതിൽ 10% മാത്രമേ വൈകല്യം ഇല്ലാത്തുള്ളൂ. എൻ്റെ കാലിലെ മുട്ടിൻ്റെ കീപ്പോട്ട് എനിക്ക് വൈകല്യമില്ല, ബാക്കി മേത്ത് മൊത്തം വൈകല്യമാണ് എനിക്ക്. അപ്പോൾ ആ വൈകല്യമൊക്കെ അതിജീവിച്ച് പോകാനാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെയാണ് ഈ ഹിമാലയയിലേക്ക് ട്രക്ക് തീരുമാനിച്ചത്. പ്രമുഖ പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ നയിക്കുന്ന സംഘത്തോടൊപ്പമാണ് അമൻ എവറസ്റ്റിലേക്ക് തിരിക്കുന്നത്. സാമ്പത്തികമായിരുന്നു പ്രധാന തടസ്സം. ഒടുവിൽ സ്വപ്നത്തിന് ചിറകൊച്ച വെച്ചു. ശാരീരിക പരിമിതികളിൽ പകച്ചുപോയവരോട് അമൻ പറയുന്നു, എനിക്ക് അവരോടൊക്കെ പറയാമെന്ന് വെച്ചാൽ, എനിക്ക് അവരോടൊന്നല്ല എല്ലാവരോടും കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കയ്യും കാലൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എന്താ ഇടപെടാത്തതെന്നാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ കാലിനെ കരുതിക്ക് ഈ ലോകത്തിനോട് പറയണമെന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു കാരണമായിട്ടാണ് ഞാനിങ്ങനെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് ട്രക്ക് ചെയ്യണത്. അമന്റെ സ്വപ്നയാത്രയ്ക്ക് കരുത്തായവരോട് കുടുംബത്തിന് മനസ്സു നിറഞ്ഞ നന്ദി. 2.5 ലക്ഷം രൂപ സൈലവും 1 ലക്ഷം രൂപ സന്തോഷ് ജോർജ് കുളങ്ങര സാറുമാണ് കൊടുത്തത്. പിന്നെ ഇവനക്ക് പോകാനിപ്പോൾ ബുദ്ധിമുട്ട് നമ്മൾ വിചാരിച്ചത് പാസ്പോർട്ടിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവന് പാസ്പോർട്ട് ഇല്ലായിരുന്നു. നമ്മൾ ആകെ പെട്ടുപോയിരുന്നു. 2 ദിവസം കൊണ്ടൊന്നും എങ്ങനെയായാലും പാസ്പോർട്ട് കിട്ടൂലല്ലോ. അങ്ങനെ നമ്മളെ വീട്ടിൽ റിയാസ് സാറ് വന്നിട്ടുണ്ടായിരുന്നു, മന്ത്രി. അങ്ങനെ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് കാര്യം സംസാരിച്ചു. സാറ് ഇടപെട്ടുകൊണ്ട് 24 മണിക്കൂർ പോലും ആയിട്ടില്ല. ഇന്നലെ നമ്മൾ അപ്ലൈ ചെയ്ത് ഇന്ന് നമ്മളെ കയ്യിൽ പാസ്പോർട്ട് കിട്ടി. നാളെ തിരുവനന്തപുരത്ത് നിന്ന് അമൻ അവൻ്റെ സ്വപ്നത്തിലേക്ക് പറന്നുയരും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയാണ് അമൻ അലി. പ്രിയ കൂട്ടുകാരന് സഹപാഠികളും അധ്യാപകരും നൽകിയത് കരഘോഷത്തോടെയുള്ള യാത്രയയപ്പ്. മനസ്സിലുദിച്ച ഹിമാലയത്തോളം പോകുന്ന സ്വപ്നം ഉള്ളിലൊതുക്കാൻ അമൻ തയ്യാറല്ല. അപ്പോൾ ഇനി അടുത്ത ഫ്രെയിം എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1 കോഴിക്കോട്.